ശരിക്കും ഞെട്ടിക്കുന്നൊരു ന്യൂസ് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു 15 വർഷം മുമ്പ് ഒരു ഭർത്താവ് ഭാര്യയെ കൊന്ന് അതിനെ സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടി അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫേക്ക് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറി പറഞ്ഞ് ആ പെണ്ണ് അയാളുമായിട്ട് ഓടിപ്പോയി എന്ന രീതിയിൽ വരുത്തി തീർത്ത ഒരു കേസ്. ശരിക്കും നമ്മുടെ ഞെട്ടിക്കുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷേ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഫോറൻസിക്കിൽ ഇനി എന്ത് ചെയ്യാമെന്നാണ്. സോ ഫോറൻസിക് മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് സയൻസ് മെഡിസിൻ വെച്ചാൽ 2 ശാഖയാണ്. ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് MBBS കഴിഞ്ഞ് മെഡിസിൻ കഴിഞ്ഞ് അതിൻ്റെ PG എടുത്ത് അങ്ങനെ പോകുന്നവർ. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് BSc MSc കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മേഖലയിൽ പോകുന്നു. രണ്ടും എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ്. സോ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഇത് അവശിഷ്ടങ്ങളെടുത്ത് അതിൽ നിന്നും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ പറ്റും. എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സാരമായിട്ടുള്ള മുറിവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു മരണത്തിന് ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് ആ ബോഡീസിൻ്റെ ഒരു ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് കിട്ടുമോ നോക്കും, ബോണിൽ നിന്നായാലും അങ്ങനെ ആയാലും. സോ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ, ഈ അവിടെ കണ്ട അവശിഷ്ടം ഈ പറയുന്ന മിസ്സിങ് പേഴ്സൻ്റേതാണെന്ന് നമ്മുടെ സ്ഥിരീകരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആൾറെഡി ഇത് ഒരുപാട് ന്യൂസ് വരുന്ന ആ പെൺകുട്ടിയെ പറ്റിയാണ് അങ്ങനത്തെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതിന് മുമ്പേ നമ്മളെല്ലാവരും പറയുന്നത് ആ ഭർത്താവ് അടിച്ചു കൊന്നു എന്നൊക്കെയാണ്. സോ അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് ശരിക്കും. സോ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത് കൺഫർമേഷൻ വരട്ടെ. ഇതിൻ്റെ നമ്മളെ ബോണും മറ്റ് സാധനങ്ങളും എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് നമുക്ക് കൺഫേം ആക്കി എടുക്കാൻ പറ്റും. കാരണം ആ പെൺകുട്ടിയുടെ ബന്ധുക്കളും മറ്റ് ആർക്കാരൊക്കെ ജീവനോടുള്ള സമയമാണ് ഇപ്പം. സോ അതുകൊണ്ട് അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫോറൻസിക് മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ ശരിക്കും ചലഞ്ചിങ് തന്നെയാണ്. കാരണം ആ ഒരു മരണകാരണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഫോറൻസിക് മെഡിസിൻ തന്നെ പറയുന്ന ഒരു പേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചു പോയവർക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഒരു വൈറ്റൽ ക്ലൂ നമ്മളായി തേടി കണ്ടുപിടിച്ച് ഏൽപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രതിക്ക് ശരിയായ ശിക്ഷ കിട്ടത്തുള്ളൂ. അതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ലൂപ്പ് ഹോളുള്ള സിസ്റ്റമാണ് നമ്മുടെ ജുഡീഷ്യൽ. അപ്പം ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു കോസ് ഓഫ് ഡെത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കോസ് ഓഫ് ഡെത്തിലേക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ പല ഓട്ടോപ്സികളും ശരിക്കും പറഞ്ഞാൽ എല്ലാം നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. നെഗറ്റീവ് ഓട്ടോപ്സി ഉണ്ട്, അങ്ങനത്തെ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ഓട്ടോപ്സികളൊക്കെ ഉണ്ട്. എന്താണ് മരണം കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഓട്ടോപ്സികളൊക്കെ ഉണ്ട്. സോ ഈ കേസ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന തന്നെയാണ്, മനസാക്ഷിയെയും എന്തിനേയും. കാരണം ഇത്രയും വർഷമായിട്ട് മിസ്സിങ് ആയ ഒരു കേസ് ആരും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, അപ്പോൾ പോലീസ് ആയാൽ കൂടി. സോ ഒന്നും പറയാനില്ല. പോലീസും എല്ലാവരും കുറച്ചും കൂടെ വിജിലൻ്റായിട്ട് നിൽക്കേണ്ട ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം 14-15 വർഷത്തോളം ഒരാളെ മിസ് ചെയ്യുന്നു, അവരാരും ഒന്നും അന്വേഷിക്കുന്നില്ല. പോലീസിനെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല, അവർ ബന്ധുക്കളുണ്ടല്ലോ, അവർക്കും അന്വേഷിക്കാവുന്നേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് സ്റ്റോറി വരുമ്പോൾ അത് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തപ്പി അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവസാനം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങൾ കിട്ടി, അതും എവരുടെയാണെന്ന് കൺഫേം ആയിട്ടില്ല. ഇതാണ് ശരിക്കും ഇപ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ പക്ഷേ ശരിക്കും നമ്മുടെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ദൃശ്യം മോഡൽ പലതരം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അതിനേക്കാളും വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നു എന്നതാണ് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. സോ ഫോറൻസിക് മെഡിസിനത്തോളം ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇത്തരം കേസുകളിലെ മരണം കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് ഇത്രയും ഒരു 10-15 വർഷത്തിന് ശേഷമുള്ളതാണ്. കാരണം കിട്ടുന്ന അവശിഷ്ടങ്ങൾ അത്രയ്ക്ക് ഡീകമ്പോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കിട്ടുന്നതന്നെ. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇത്തരം കേസുകൾ.